ഇംഗ്ലീഷ് പറയുന്നവർ നാണം കെടുന്ന കാലം വരും. പറയുന്നത് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഇംഗ്ലീഷ് അറിയാത്തവർ നാണം കെടുന്ന കാലമാണ് തൊട്ടു പിന്നിൽ കടന്നുപോയത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് വിരുദ്ധ വാദം സ്വാഗതാർഹമാണെന്ന് പെട്ടെന്ന് തോന്നാം. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്നതിലെ അപകടം അവിടെയല്ല. ഗുജറാത്തി വേരുകളുമായി മറാത്ത വാഴുന്ന മുംബൈയിലാണ് അമിത്ഷാ ജനിച്ചത്. പക്ഷേ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദി വാദക്കാരിൽ ഒരാളാണ്. ഭരണഭാഷ മാത്രമല്ല, രാജ്യത്തെ സംസാര ഭാഷയും ഹിന്ദിയാക്കണം എന്ന് വാദിക്കുന്നയാൾ. ദക്ഷിണേന്ത്യയിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന് നിർബന്ധപൂർവം പറയുന്നയാൾ. ഇംഗ്ലീഷിനെ മാറ്റണമെന്ന് അമിത്ഷാ പറയുന്നത് എന്തിനാകണം? അതത് പ്രാദേശിക ഭാഷകൾ പഠിപ്പിക്കാനാണോ? അതോ എല്ലാവരും ഹിന്ദി പഠിക്കാനാണോ? ഇന്ന് ഇന്ത്യക്കാരന് ചൈനക്കാരനേക്കാളും ജപ്പാൻകാരനേക്കാളും വേഗത്തിൽ വിദേശത്ത് ജോലി കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിയുന്നത് കൊണ്ടാണത്. ഇംഗ്ലീഷ് വായിച്ചാലും കേട്ടാലും മനസ്സിലാകുന്നത് കൊണ്ടുമാണത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇംഗ്ലീഷ് പറഞ്ഞാൽ നാണം കെടുമെന്ന് അമിത്ഷാ പറയുന്നു. നമുക്ക് മലയാളത്തിൽ നിന്നും തുടങ്ങാം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്നും പിരിഞ്ഞ് സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് ലോനപ്പൻ നമ്പാടനാണ്. 40 വർഷം മുൻപ് 1983 ആ പാർട്ടി ഒരു സമരം ആരംഭിച്ചത്. അതിന്റെ ഭാഗമായി മലയാളം മലയാളിക്ക് എന്ന മുദ്രാവാക്യം കേരള നിയമസഭയിലും മുഴങ്ങി. നമ്പാടൻ മാഷിന്റെ പാർട്ടിയിലുള്ള യുവാക്കളാണ് നിയമസഭാ ഗ്യാലറിയിൽ നുഴഞ്ഞുകയറിയത്. MLA-മാരായ രമേശ് ചെന്നിത്തലയുടെയും CG ജനാർദ്ദനന്റെയും പാസുകൾ സംഘടിപ്പിച്ചായിരുന്നു ആ ഭീകര പ്രവർത്തനം. ഔദ്യോഗിക ഭാഷ മലയാളമാക്കണം എന്നാവശ്യപ്പെട്ട് സഭയിൽ മുദ്രാവാക്യം മുഴങ്ങി. അവരെ അറസ്റ്റ് ചെയ്ത് 10 ദിവസം ജയിലിലിട്ടു. പ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോൾ നമ്പാടൻ മാഷ് സഭയിലെത്തി ഇംഗ്ലീഷിലുള്ള ബില്ലുകൾ മുഴുവൻ കത്തിച്ചു. സോഷ്യലിസ്റ്റ് കേരള കോൺഗ്രസ് സഭയ്ക്ക് പുറത്തും സമരം നടത്തി. ഇംഗ്ലീഷിൽ മാത്രം എഴുതിയിട്ടുള്ള സർക്കാർ ബോർഡുകളിലെല്ലാം ടാറടിച്ചു. ബക്കറ്റിൽ ടാറുമായി നമ്പാടൻ മാഷ് തന്നെ തെരുവുകളിൽ കറങ്ങി നടന്നു. അന്ന് ആ സമരത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഭരണഭാഷ മലയാളമാക്കണം എന്നായിരുന്നു ആവശ്യം. ഇംഗ്ലീഷ് അറിയാത്ത പല സഹസ്രം ആളുകളുള്ള നാടാണ്. ഒരു ഓഫീസ് ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തവരാണ് ഏറെയും. ഔദ്യോഗിക ഭാഷയായി അവർക്ക് മനസ്സിലാകുന്ന മലയാളം വേണം എന്ന ആവശ്യത്തിന് ഒരു യുക്തി ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ സാധാരണക്കാരോടുള്ള കരുതലായിരുന്നു. നമ്പാടൻ മാഷിന്റെ സമരം കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഭരണഭാഷ ക്രമേണ മലയാളമായി. ഉത്തരവുകളൊക്കെ മലയാളത്തിൽ ഇറങ്ങാൻ കൂടി തുടങ്ങി. ബോർഡുകളിൽ ഇംഗ്ലീഷിനേക്കാൾ വലിപ്പത്തിൽ മലയാളം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതുപോലെയാണോ അമിത്ഷാ പറയുന്ന ഈ ഇംഗ്ലീഷ് നാണക്കേട്? ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പ്രത്യേക പരിഗണന കിട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിന്റെ സന്തതികളാണ് ശശി തരൂരും സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും എല്ലാം. ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദിയിലുള്ള പ്രസംഗങ്ങളല്ല രാജ്യമെങ്ങും തരംഗമാകാറുള്ളത്, ഇംഗ്ലീഷിലുള്ള ഡയലോഗുകളാണ്. അതിനു കാരണം പല ഭാഷകൾ പറയുന്ന ഇന്ത്യയിൽ എല്ലാ നാടുകളിലേക്കും എത്താനുള്ള ഉപാധി ഇംഗ്ലീഷാണ് എന്നതാണ്. ഹിന്ദിയിൽ പറയുന്ന ഒരു വാചകം തമിഴ്നാട്ടിൽ ഏതായാലും തരംഗമാകില്ല. അവർ തരിമ്പും ഹിന്ദി പഠിക്കുന്നില്ല എന്നതാണ് അതിന് കാരണം. BJP നേതാക്കളിൽ ഗുജറാത്തിയും മറാത്തയും ബംഗാളിയും ഭോജ്പുരിയും ഒക്കെ മാതൃഭാഷയായവരുണ്ട്. എന്നാൽ എല്ലാവരും പൊതുഭാഷയായി സ്വീകരിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഹിന്ദിയിലാണ്. ആ ഭാഷകൾക്കൊക്കെ ഹിന്ദിയുമായി വലിയ അന്തരമില്ല എന്നതിനാൽ പൊതുജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ഒരു BJP നേതാവ് സംസാരിക്കുന്ന ഹിന്ദി ആന്ധ്രയിലും തെലുങ്കാനയിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ എത്ര പേർക്ക് മനസ്സിലാകും? ഇംഗ്ലീഷ് പറയുന്നവരെ നാണം കെടുത്തുന്നവർ ഉണ്ടായാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന പിന്നെയുള്ള ഭാഷ ഏതാണ്? ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ എടുക്കുന്ന വടിയല്ലാതെ മറ്റെന്താണ് ഈ നീക്കം? ഇംഗ്ലീഷ് പറയുന്നവർ ഏതായാലും സ്വന്തം നിലയ്ക്ക് നാണം കെടില്ല. പക്ഷേ ഇംഗ്ലീഷ് പറയുന്നവരെ പിന്നാലെ നടന്ന് പരിഹസിക്കാം. അതാണോ അമിത്ഷാ ഉദ്ദേശിക്കുന്ന ഈ നാണം കെടൽ? അത്തരമൊരു ഭാഷാ തീവ്രവാദമാണോ നമ്മുടെ രാജ്യത്തിനാവശ്യം? ഇന്ത്യക്ക് ദേശീയത ഉണ്ടായതു തന്നെ ഇംഗ്ലീഷ് എന്ന ഭാഷയിൽ കൊരുത്തുകെട്ടിയാണ്. കശ്മീർ മുതൽ തിരുവിതാംകൂർ വരെ 500-ലേറെ നാട്ടുരാജ്യങ്ങളിലായിരുന്ന ഈ നാടിലെ കൂട്ടിയോജിപ്പിച്ചത് 2 കാര്യങ്ങളാണ്. അതൊന്ന് ഇംഗ്ലീഷ് ഭാഷയും 2 റെയിൽവേയുമാണ്.
ചൈനയില് നൂറുകണക്കിന് ഭാഷകളുണ്ട്. പക്ഷേ 92% പൗരന്മാരും സംസാരിക്കുന്നത് ഹെന്യു എന്നറിയപ്പെടുന്ന ചൈനീസ് ഭാഷയുടെ വിവിധ രൂപങ്ങളാണ്. പ്രാദേശികമായ വകഭേദങ്ങളാണെങ്കിലും ലിപിക്കും അർത്ഥത്തിനുമൊക്കെ സമാനതകളുണ്ട്. അവിടെ പരസ്പരം മനസ്സിലാക്കാതെ പോകുന്നില്ല എന്നതാണ് അർത്ഥം. ജാപ്പനീസും ഏറെക്കുറെ സമാനമാണ്. ദക്ഷിണ കൊറിയയിൽ സ്വന്തം ഭാഷയ്ക്കൊപ്പം ഇംഗ്ലീഷ് കൂടി പ്രചാരത്തിലാകാൻ കാരണമുണ്ടായിരുന്നു. 1,00,000-ഓളം വരുന്ന അമേരിക്കൻ പട്ടാളക്കാരുടെ സ്ഥിരവാസം. പക്ഷേ ഇന്ത്യയുടെ കാര്യം ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ദക്ഷിണേന്ത്യയിലെ ഭാഷകൾ തന്നെ എടുത്താലും ലിപിയിലും സംസാരത്തിലും ഒക്കെ അജഗജാന്തര വ്യത്യാസമുണ്ട്. കന്നഡ മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളികളും മലയാളം മനസ്സിലാകുന്ന കന്നഡകരും വളരെ കുറവാണ്. മലയാളികൾക്ക് തമിഴ് കുറെ മനസ്സിലാകുമെങ്കിലും ലിപി വായിക്കാനാകില്ല. തെലുങ്കിലേക്ക് വന്നാലും ഇതുതന്നെയാണ് സ്ഥിതി. ഈ 4 ഭാഷകൾക്കും ഹിന്ദിയുമായി കാര്യമായ ബന്ധമൊന്നുമില്ലതാനും. സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വാക്കുകൾ ആവേശിച്ചിട്ടുണ്ടെങ്കിലും ഭാഷ തീർത്തും ഭിന്നമാണ്. ഈ നാടുകളിലൊക്കെ ഇംഗ്ലീഷ് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ പരസ്പര ബന്ധം സാധ്യമാകും? ഇംഗ്ലീഷ് പറയുന്നവരെ നാണം കെടുത്താൻ തുടങ്ങിയാൽ പിന്നെങ്ങനെ അതിജീവനം സാധ്യമാകും? ഹിന്ദിയിൽ കത്തെഴുതിയ മുഖ്യമന്ത്രിമാർക്ക് മലയാളത്തിൽ മറുപടി അയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി EK നയനാർ. അന്നതൊരു സമരവും പ്രതിഷേധവും കൂടിയായിരുന്നു. ഹിന്ദിയോടുള്ള വിരോധമല്ല ആ നടപടിയിലൂടെ അന്ന് നയനാർ ഉദ്ദേശിച്ചത്. ഹിന്ദിയുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ് ഇവിടെയുള്ളവർ എന്നറിയിക്കുക കൂടിയായിരുന്നു. തമിഴും കന്നഡയും തെലുങ്കും മലയാളവും ഒക്കെ 1ാം ഔദ്യോഗിക ഭാഷ, ഇംഗ്ലീഷ് 2ാം ഔദ്യോഗിക ഭാഷ. അങ്ങനെയാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പറയുകയും എഴുതുകയും ചെയ്യുന്നവരെ നാണം കെടുത്താൻ തുടങ്ങിയാൽ പിന്നെന്താകും സ്ഥിതി? ഹിന്ദി പഠിക്കുന്നവർക്ക് മാത്രമേ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയൂ എന്നാണോ? ഹിന്ദി അറിയാത്തവർക്ക് മാനം പോകുമെന്നാണോ? ഭാഷാവാദമൊക്കെ കൊള്ളാം, പക്ഷേ തീവ്രവാദമാകരുത്. മതമൗലികവാദവും ഭാഷാമൗലികവാദവുമാണ് ഏറ്റവും അപകടം പിടിച്ച ഉപകരണങ്ങൾ. ഇത് മാത്രമല്ല, 3ാമതൊന്നുകൂടിയുണ്ട്. അത് ഭക്ഷണ മൗലികവാദമാണ്. ബാൽ താക്കറെ മറാത്താവാദം തുടങ്ങിയത് മദിരാശി ഭാഷ പറയുന്നവർക്കെതിരെയായിരുന്നു. ഈ മദിരാശി ഭാഷ എന്നാൽ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ തമിഴ് മാത്രമല്ല, മലയാളവും കന്നഡയും തെലുങ്കും ഒക്കെ ചേർന്നതാണ്. ശിവസേന എന്നൊരു പ്രസ്ഥാനം രൂപപ്പെട്ട് വന്നതും അങ്ങനെയാണ്. ഇഡലി വാരി റോഡിലിട്ടും സാമ്പാർ തലയിൽ ഒഴിച്ചുമൊക്കെയാണ് അന്ന് തെക്കേ ഇന്ത്യക്കാരെ താക്കറെ സംഘം അപമാനിച്ചത്. ഇംഗ്ലീഷ് പറയുന്നവരുടെ തലയിൽ ഇനി ഫ്രഞ്ച് ഫ്രൈസും ടൊമാറ്റോ സോസും ഒഴിച്ചാണോ നാണം കെടുത്താനുള്ള നീക്കം? സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.